ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ എക്സ്പേർട്ട് അഡ്വൈസ്. പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ബിസാക് എന്നിലേക്ക് ജോബ് വേക്കൻസി ഉണ്ട്. പോസ്റ്റ് വഴിയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. കേന്ദ്ര സർക്കാരിന് കീഴിലാണ് ജോലി വരുന്നത്. കോൺട്രാക്ട് ബേസിലാണ് ജോലി വരുന്നത്. വിവിധ യോഗ്യതയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനിയും ഇതുപോലുള്ള ജോബ് ഇൻഫർമേഷൻ അറിയുന്നതിന് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷനിലേക്ക് കടക്കാം. ബിസാക് എന്നിലേക്കാണ് ജോബ് വേക്കൻസി എത്തിയിരിക്കുന്നത്. പോസ്റ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇതിൽ വേക്കൻസിയും ക്വാളിഫിക്കേഷനൊക്കെ നമുക്ക് നോക്കാം. ആദ്യം വരുന്നത് ബിസാക് എൻ 2025 വേക്കൻസി കോഡ്. നെയിം ഓഫ് വേക്കൻസി എന്ന് പറയുന്നത് ടെക്നിക്കൽ മാൻ പവർ ആണ്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BE/BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ ഓർ സിവിൽ എൻവയോൺമെന്റൽ ഓർ മെക്കാനിക്കൽ ഓർ MCA, MSc IT with a minimum 60% mark or equivalent CGPA or CPI from recognized university ആണ്. ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ടെക്നിക്കൽ മാൻ പവറിലേക്ക് സ്കിൽ ടെസ്റ്റ് ആൻഡ് എസെൻഷ്യൽ എക്സ്പീരിയൻസ് ആവശ്യമാണ്. പ്രൊഫഷൻസി ഇൻ പൈത്തൺ ഓർ ജാവ അല്ലെങ്കിൽ മോർ ദാൻ 2 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ആപ്ലിക്കേഷൻ ഓഫ് ജിയോ സ്പേഷ്യൽ ടെക്നോളജിയിൽ എക്സ്പീരിയൻസ് ആവശ്യമാണ്. ഇനി നമ്പർ ഓഫ് വേക്കൻസി എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസി 275 അടുത്ത പോസ്റ്റ് വരുന്നത് ടെക്നിക്കൽ മാൻ പവറിലാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ME ഓർ MTech ഓർ ഇക്വലന്റ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ ഓർ സിവിൽ ഓർ എൻവയോൺമെന്റൽ ഓർ മെക്കാനിക്കൽ വിത്ത് മിനിമം 60% മാർക്കാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇനി ഇതിലേക്കും സ്കിൽ ടെസ്റ്റും എസെൻഷ്യൽ എക്സ്പീരിയൻസും ആവശ്യമാണ്. പ്രൊഫഷൻസി ഇൻ പൈത്തൺ ഓർ ജാവ, മിനിമം 3 year എക്സ്പീരിയൻസ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ജിയോസ്പേഷ്യൽ ടെക്നോളജി തന്നെയാണ്. അടുത്ത പോസ്റ്റ് വരുന്നത് ടെക്നിക്കൽ മാൻ പവർ 3 ആണ്. മാസ്റ്റേഴ്സ് ഇൻ പ്ലാനിംഗ് വിത്ത് മിനിമം 60% മാർക്കാണ് ക്വാളിഫിക്കേഷൻ. 3 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ആപ്ലിക്കേഷൻ ഓഫ് ജിയോസ്പേഷ്യൽ ടെക്നോളജി ആണ്. ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസി വരുന്നത് 5 ആണ്. മാൻ പവർ 2 ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസി 10 ആണ് വരുന്നത്. 3 5 ആണ് ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസി വരുന്നത്. അടുത്തത് അക്കൗണ്ടന്റ് മാൻ പവർ ആണ്. BCom വിത്ത് മിനിമം 55% മാർക്കാണ്. മിനിമം 8 years ഓഫ് റെലവൻറ്റ് എക്സ്പീരിയൻസ് ഇൻ അക്കൗണ്ടിങ്, ബഡ്ജറ്റിംഗ്, PFMS, GFR, ടാക്സേഷൻ ഇതിലൊക്കെ എന്താണ് എക്സ്പീരിയൻസ് ആവശ്യമാണ്. വേക്കൻസി വരുന്നത് 4 ആണ്. അടുത്ത വരുന്നത് അഡ്മിൻ മാൻ പവർ 1 ആണ്. ഡിഗ്രി ഓഫ് ലോ ആണ്. LLB ആണ് വേണ്ടത്. 60% മാർക്കാണ്. 4 വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ റെലവൻറ്റ് എക്സ്പീരിയൻസ് ഓഫ് ഗവൺമെൻറ് ഓർ ഓട്ടോണോമസ് ബോഡീസ് ഇൻ ഡ്രാഫ്റ്റിംഗ്, നെഗോഷിയേറ്റിംഗ്, എക്സിക്യൂട്ടിംഗ് ലീഗൽ അഗ്രിമെൻറ്റ്സ്, കോൺട്രാക്റ്റ്, MOUs ഇതിലൊക്കെയാണ് എക്സ്പീരിയൻസ് വേണ്ടത്. വേക്കൻസി വരുന്നത് 2 ആണ്. അടുത്തത് അഡ്മിൻ മാൻ പവർ 2 ആണ്. MBA ആണ് വേണ്ടത്. മിനിമം 4 years ഓഫ് റെലവൻറ്റ് എക്സ്പീരിയൻസ് ഓഫ് ഗവൺമെൻറ് ഓർ ഓട്ടോണോമസ് ബോഡി ആണ്. 2 വേക്കൻസീസ് ആണ് വരുന്നത്. ഇനി പോസ്റ്റിംഗ് വരുന്നത് ഗുജറാത്തിൽ അല്ലെങ്കിൽ ന്യൂഡൽഹിയിലാണ് പോസ്റ്റിംഗ് വരുന്നത്. റെമ്യൂണറേഷൻ വരുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെയും സ്കില്ലിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും. ഏജ് ലിമിറ്റ് 40 വയസ്സ് കവിയാൻ പാടില്ല. സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് നിങ്ങളുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും പ്രാക്ടിക്കൽ ടെസ്റ്റിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഫോം വരുന്നുണ്ട്. ഇതാണ് ആ ആപ്ലിക്കേഷൻ ഫോം. ഈ ഫോമാണ് ഫില്ല് ചെയ്ത് നിങ്ങൾ പോസ്റ്റ് വഴി അയക്കേണ്ടത്. പോസ്റ്റ് വഴി അയക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസിൻ്റെയും കോപ്പി, സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയാണ് ഇതിൻ്റെ കൂടെ വെക്കേണ്ടത്. പോസ്റ്റ് അയക്കേണ്ട അഡ്രസ്സാണ് ഈ കൊടുത്തേക്കുന്നത്. ടു ദ ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ, ബിസാക് എൻ, നിയർ CS0 സർക്കിൾ, ഇന്ദുലാൽ യാഗ്നിക് മാർഗ്, ഗാന്ധിനഗർ, ഗുജറാത്ത് 382007. ഇതാണ് പോസ്റ്റ് അയക്കേണ്ട അഡ്രസ്സ് വരുന്നത്. ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ഇതാണ് ഫില്ല് ചെയ്യേണ്ടത്. ഫില്ല് ചെയ്ത് മറക്കാതെ നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസിൻ്റെയും കോപ്പി വിത്ത് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പി ആയിരിക്കണം അയക്കേണ്ടത്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ പോസ്റ്റ് വഴി ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ്.
പോസ്റ്റ് അവിടെ എത്തേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ 16, 2025 അതിനു മുൻപായി പോസ്റ്റ് അവിടെ എത്തുന്ന രീതിയിൽ തന്നെ നിങ്ങൾ അയക്കേണ്ടതാണ്. അപ്പം ഇനിയും ഇതുപോലുള്ള യൂസ്ഫുള്ളായ ഇൻഫർമേഷൻ വീഡിയോകൾ അറിയുന്നതിനായി ദയവ് ചെയ്ത് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.